നിന്നിലേക്ക് ഭാഗം 94. ദേവയാനി കൊടുത്ത നിലവിളക്ക് കയ്യിൽ വാങ്ങി വലതുകാൽ വെച്ച് മിഥുവിന്റെ വീടിന്റെ പടി കയറുമ്പോൾ ഐശുവിന്റെ സന്തോഷം അവളുടെ നിറഞ്ഞ പുഞ്ചിരിയിൽ തന്നെ ഉണ്ടായിരുന്നു. മധുരം കൊടുക്കുന്ന ചടങ്ങെല്ലാം കഴിഞ്ഞ് ആളുകൾ പതിയെ തിരികെ പോവാൻ തുടങ്ങി. ഐശു സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി നിന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കി. അത് പ്രതീക്ഷിച്ച് അല്പനേരമായി അവിടെ നിൽക്കുന്ന തന്റെ കുടുംബത്തെ മൊത്തം നിറഞ്ഞ ചിരിയോടെ അവള് നോക്കി. സാഗറും പാറുവും ശിവയും മിത്രയുമെല്ലാം അവളെ നിറഞ്ഞ മനസ്സോടെ നോക്കി. ഐഷുവും എല്ലാം കൊണ്ടും ഹാപ്പിയായിരുന്നു. ഒരുപാട് ആഗ്രഹിച്ച ജീവിതം, ഒപ്പം അരികിൽ തന്നെ പ്രിയപ്പെട്ടവരുടെ സാമീപ്യം. അവളുടെ ചുടികളിൽ മനോഹരമായൊരു പുഞ്ചിരി തെളിഞ്ഞു. ദേവയാനി കൊടുത്ത പാൽ ഗ്ലാസുമായി മിഥുവിന്റെ റൂമിലേക്ക് നടക്കുമ്പോൾ ഐഷുവിന്റെ ഹൃദയം പെരുമ്പറ മുഴക്കുന്നുണ്ടായിരുന്നു. തന്റെ പ്രണയാണ്, പിന്നെ എന്തിനാ ഈ പേടി? അതുമാത്രം അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. കയ്യിലെ പാൽ ഗ്ലാസിൽ നിന്നും പലതവണ പാല് തുളുമ്പിപ്പോയിരുന്നു. ഒരുവിധം അവൾ അവന്റെ റൂമിന്റെ മുന്നിലായി എത്തി. ചാരിയിട്ട ഡോറ് പതിയെ തുറന്നവൾ അകത്തേക്ക് കയറി. മിഥുവിനെ അവിടെയെങ്ങും കാണാനില്ല. ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും പാൽ ഗ്ലാസ് ടേബിൾ വെച്ചവൾ ഡോറടച്ച് കുറ്റിയിട്ട് ബെഡിൽ വന്നിരുന്നു. ഇത്രയും നേരം മിഥുവേട്ടൻ്റെ ഏതൊക്കെയോ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇവിടെ. ഹോസ്പിറ്റലിലെ ഫ്രണ്ട്സാണെന്നാ പറഞ്ഞേ. അവരൊക്കെ പോയപ്പോഴേക്കും ലേറ്റായി. അതാ ഈ സമയത്തൊരു കുളി. ആലോചനയോടെ അവൾ ഇരിക്കുമ്പോഴേക്കും ബാത്റൂം ഡോറ് തുറന്ന് മിഥു പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. ഐശുവിൻ്റെ നോട്ടം അങ്ങോട്ട് പോയി. മിഥുവും അവളെ ഒന്ന് നോക്കി. പിന്നെ ചിരിയോടെ കയ്യിലെ ടവൽ സ്റ്റാൻഡിൽ വിരിച്ച് അവൻ അവൾക്ക് അടുത്തേക്ക് നടന്നെടുത്തു. ഐശു ബെഡിൽ നിന്നും എഴുന്നേറ്റ് തല താഴ്ത്തി നിന്നു. അവളുടെ കൈകൾ ഇട്ടിരിക്കുന്ന ടോപ്പിലും സ്കേർട്ടിലുമായി മുറുകി. ഒരു ടീഷർട്ടും ബോക്സറുമാണ് മിഥുവിൻ്റെ വേഷം. അവൻ ഐശുവിനെ ആകെ മൊത്തം ഒന്ന് നോക്കി. ഇതെന്താ നീ ഈ വേഷത്തില്? സെറ്റ് സാരി ഒന്നും കിട്ടിയില്ലേ? ഐശുവിൻ്റെ ടോപ്പിലേക്കും സ്കേർട്ടിലേക്കും നോക്കിക്കൊണ്ട് മിഥു കുറുമ്പോടെ ചോദിച്ചു. ഐശു അവനെ സംശയത്തോടെ നോക്കി. സെറ്റ് സാരിയോ? അവൾ ചോദിച്ചു. ആ, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെയല്ലേ ചടങ്ങ്. സാരി, തലയിൽ മുല്ലപ്പൂവ്, കയ്യിൽ പാല്, പിന്നെ മുഖത്ത് നാണം. ആ, ഈ പറഞ്ഞതിൽ നാണം മാത്രം കാണുന്നുണ്ട്, ബാക്കിയൊന്നും ഇല്ലല്ലോ. മിഥു അവളെ കളിയാക്കുകയാണ്. ദേ പാല്. അവൾ ടേബിളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. മിഥുവും അപ്പോഴാണ് അങ്ങോട്ട് നോക്കുന്നത്. ആഹാ, പാലുണ്ടായിരുന്നോ? അപ്പോൾ ബാക്കിയോ? അവൻ പുരികമുയർത്തി. അവളുടെ മുഖം മങ്ങി. അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ സിനിമയിൽ മാത്രമേ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. അമ്മയും പറഞ്ഞല്ലോ സാരി ഉടുക്കണമെന്ന്. അവൾ ചുണ്ടു പിളർത്തി. അവനൊന്നും പറയാതെ അവളെ നോക്കിയതേ ഉള്ളൂ. മിഥുവേട്ടന് സാരി വേണോ? എന്നാ നിൽക്കിട്ടോ, ഞാൻ വേഗം പോയി ഇത് മാറ്റിയിട്ട് വരാം. അവൾ വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വാർഡ്രോബിൻ്റെ അടുത്തേക്ക് നടക്കാനൊരുങ്ങി. മിഥു പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വെച്ചു. ഐശു അവനെ സംശയത്തോടെ നോക്കി. അല്ലെങ്കിൽ ഇപ്പം സാരിയൊന്നും വേണ്ട, എന്തിട്ടാലും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ വെറുതെ ആവും, പിന്നെന്തിനാ? അവൻ വഷളച്ചിരിയോടെ പറഞ്ഞു. ഐശു ഞെട്ടി. അല്പം മുൻപ് ഉള്ളിൽ തോന്നിയ വെപ്രാളം വീണ്ടും തിരികെ വന്നതുപോലെ. അവൾ പെട്ടെന്ന് തല താഴ്ത്തി. മിഥു ചിരിയോടെ അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ട് അവളുടെ മുഖം പതിയെ പിടിച്ചുയർത്തി. ഐശു അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. എന്തു പറ്റി ഐശു? എന്താ ആകെ ഒരു വെപ്രാളം? ടെൻഷൻ ഉണ്ടോ? അവൻ ചോദിച്ചു. ഇല്ല, അവൾ വിക്കിക്കൊണ്ട് പറഞ്ഞു. അവന് ചിരി വന്നു. എൻ്റെ പൊന്നൈശു, ഞാൻ വെറുതെ നിന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ സാരി വേണമെന്നൊക്കെ. അല്ലാതെ അതൊക്കെ നീയൊന്ന് ഉടുത്തു വന്നിരുന്നെങ്കിൽ ഞാൻ തന്നെ എല്ലാം അഴിക്കാൻ പറഞ്ഞേനെ. അവൻ സ്വതവേയുള്ള പുഞ്ചിരിയോടെ പറഞ്ഞു. ഐശു തലയാട്ടിയതേ ഉള്ളൂ. മിഥു അവളെ കണ്ണു ചുരുക്കി നോക്കി. എന്തു പറ്റി? എന്താ മുഖമൊക്കെ വല്ലാതെ? അവൻ അവളുടെ കവിളിൽ കൈവച്ചു. അവൻ്റെ തണുത്ത കൈകൾ കവിളിൽ അമർന്നതും അവളിൽ നിന്നൊരു ശബ്ദം പുറത്തു വന്നു. അവൻ ചിരിയോടെ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു. ഐശുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു. അവൻ അവളിൽ നിന്നും മുഖമുയർത്തി. ചെല്ല്, ആ പാലെടുത്തിട്ട് വാ, ചടങ്ങൊന്നും നമ്മളായിട്ട് തെറ്റിക്കണ്ട. അവൻ ചിരിയോടെ പറഞ്ഞു. അവളും പുഞ്ചിരിയോടെ തലയാട്ടി ടേബിളിൽ നിന്നും പാൽ ഗ്ലാസ് എടുത്ത് അവന് നേരെ നീട്ടി. അവനത് കൈനീട്ടി വാങ്ങി അതിൽ നിന്നും അല്പം കുടിച്ച് ബാക്കി അവളുടെ ചുണ്ടിലേക്ക് ചേർത്തു. അവളും അതിൽ നിന്നും അല്പം കുടിച്ചു. മതി, അവൾ പറഞ്ഞു. എനിക്കും മതി. അതും പറഞ്ഞ് അവൻ ആ ഗ്ലാസ് മാറ്റിവെച്ച് അവളുടെ തോളിലൂടെ കൈയിട്ട് അവളുമായി ജനലോരം വന്നു നിന്നു. കർട്ടൻ നീക്കി ജനാല തുറന്നിട്ട് അവൻ പുറത്തേക്ക് നോക്കി. അപ്പുറത്ത് പാലക്കൽ വീട് കാണുന്നുണ്ട്. മിഥു അവളെ പിടിച്ച് അവൻ്റെ മുന്നിലേക്ക് നിർത്തി അവളുടെ പുറകിൽ നിന്നും അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ ഷോൾഡറിൽ താടി കുത്തി നിന്നു. അവൾ വിറയലോടെ അവനെ മുഖം ചെരിച്ചു നോക്കി. അങ്ങോട്ട് നോക്ക ഐശു, അതല്ലേ എൻ്റെ ഐശുവിൻ്റെ വീട്? അവൻ ചോദിച്ചു. അവൾ മൂളി.
പിന്നെ എന്തിനീ ടെൻഷൻ? നിനക്ക് നിന്റെ വീട്ടിൽ പോകണമെന്ന് തോന്നിയാൽ പോവാലോ. ഇത്ര അടുത്തല്ലേ നമ്മൾ താമസിക്കുന്നേ. അതുകൊണ്ട് ആരും നിനക്ക് മിസ് ചെയ്യില്ല. എപ്പോഴും നീ അവരുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാവാൻ വേണ്ടിയല്ലേ ചോദിച്ച വിലയും കൊടുത്ത് ഞാൻ ഈ വീടും ഇപ്പോൾ സ്വന്താക്കിയത്. അവൻ പറഞ്ഞു. ഐഷു ഞെട്ടലോടെ അവനെ നോക്കി. അതവൾക്ക് പുതിയ അറിവായിരുന്നു. ഈ വീട് വാങ്ങിച്ചോ? അവൾ അവന് നേരെ തിരിഞ്ഞു നിന്ന് അത്ഭുതത്തോടെ ചോദിച്ചു. ഉവ്വല്ലോ. അവൻ കണ്ണ് ചിമ്മി ചിരിച്ചു. അവളും അവനെ നോക്കി മനോഹരമായി ചിരിച്ചു. ഇപ്പൊ ടെൻഷനൊക്കെ മാറിയോ? അവൻ ചോദിച്ചു. അതിന് എനിക്ക് അങ്ങനെയുള്ള ടെൻഷനൊന്നും ഇല്ലായിരുന്നു മിതുവേട്ടാ. ഇത് ഇത് പിന്നെ അവൾ പറയാൻ വന്നത് നിർത്തി. അവൻ അവളെ സൂക്ഷിച്ചു നോക്കി. അവളുടെ മുഖത്തെ പതർച്ച കണ്ട് അവനിൽ കള്ളച്ചിരി വിരിഞ്ഞു. പിന്നെന്താ, ഫസ്റ്റ് നൈറ്റ് ആലോചിച്ചിട്ടുള്ള ടെൻഷനാണോ? അവൻ ആർദ്രമായി ചോദിച്ചു. അവൾ വിറയലോടെ അതെ എന്ന് തലയാട്ടി. അവൻ ചിരിച്ചുപോയി. അവന്റെ ചിരി കണ്ടതും അവൾ അവനെ സംശയത്തോടെ നോക്കി. എൻ്റെ ഐഷു, അതിനാണോ ഈ ടെൻഷൻ? ഇന്ന് നിനക്ക് ഫസ്റ്റ് നൈറ്റ് വേണ്ടെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിച്ച് പിടിച്ച് ഒന്നും ചെയ്യാൻ പോണില്ല പെണ്ണെ. അതിനിങ്ങനെ കടന്ന് വിറയ്ക്കണോ? ഇന്ന് നമുക്ക് വെറുതെ സംസാരിച്ചിരിക്കാം. നീ എൻ്റേതാവാൻ മനസ്സുകൊണ്ട് എന്ന് ഓക്കെ ആവുന്നോ അന്ന് മതി നമുക്കെല്ലാം. അതുവരെ ഞാൻ കാത്തിരിക്കാം, പോരെ? അവൻ പ്രണയത്തോടെ ചോദിച്ചു. ഐഷു അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്ന് കരുതി ഒരുപാട് ദിവസമൊന്നും കാത്തിരിക്കാൻ പറയരുത് കേട്ടോ. ഞാനൊരു മനുഷ്യനല്ലേ, പാവം ഞാൻ. എൻ്റെ അതേ പ്രായ ശിവയ്ക്ക്. അവൻ്റെയൊക്കെ എത്ര നെയ്റ്റ് കഴിഞ്ഞു കാണും, അതുകൊണ്ടാ. അല്ലാതെ ആക്രാന്തം കൊണ്ടൊന്നല്ല കേട്ടോ. അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. അതുവരെ അവനെ നോക്കി നിന്ന അവൾ അവൻ്റെ സംസാരം കേട്ടതും പൊട്ടിച്ചിരിച്ചുപോയി. പോവും ഇത് കേട്ടാ. അവൾ ചിരിയോടെ അവൻ്റെ നെഞ്ചിലടിച്ചു. അവനും ഒരു ചിരിയോടെ അവളെ ചുറ്റിപ്പിടിച്ചു. ഐഷു മിതുവിൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. എനിക്കിപ്പോഴും ഒന്നും വിശ്വസിക്കാൻ പറ്റണില്ല മിതുവേട്ടാ. ഇങ്ങനെയൊക്കെ ഞാൻ എത്ര ആഗ്രഹിച്ചതാണെന്നറിയോ? ഒന്നും നടക്കില്ല എന്ന് കരുതിയതല്ലേ. എന്നിട്ടിപ്പോൾ ഇതൊക്കെ. എനിക്കറിയില്ല എൻ്റെ സന്തോഷം എങ്ങനെ മിതുവേട്ടനെ അറിയിക്കണമെന്ന്. അത്രയ്ക്ക് അത്രയ്ക്ക് ഹാപ്പിയാ ഞാൻ, അവൾ ഇടർച്ചയോടെ പറഞ്ഞു. മിതു അവളുടെ മുഖം പിടിച്ചുയർത്തി. അവൾ കലങ്ങിയ കണ്ണുകളോടെ അവനെ നോക്കി. ഇതൊക്കെ നമ്മൾ എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞതാ ഐഷു. ഇനി അതൊക്കെ പറഞ്ഞ് എന്തിനാ വെറുതെ കരയുന്നത്? കരയല്ലേ. അവൻ അവളുടെ കണ്ണ് തുടച്ചു കൊടുത്തു. ഇത് സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ടല്ലേ? അവൾ ചിരിയോടെ ചോദിച്ചു. അവൻ പുഞ്ചിരിച്ചതേയുള്ളൂ. വീണ്ടും കുറച്ചു നേരം കൂടി അവൾ ആ നെഞ്ചോട് ചേർന്ന് അങ്ങനെ തന്നെ നിന്നു. ജനാല വഴി ഇളങ്കാറ്റ് അവരെ തഴുകി കടന്നു പോകുന്നുണ്ട്. ഇടയ്ക്കെപ്പോഴോ ഐഷുവിൻ്റെ കൈകൾ അവൻ്റെ പുറത്തു മുറുകി. മിതു അവളെ തല താഴ്ത്തി നോക്കി. കണ്ണടച്ച് അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി നിൽക്കുകയാണ് ഐഷു. അവൻ പതിയെ ഒരു കൈ ഉയർത്തി ജനാല അടച്ച് കർട്ടൻ നീക്കിയിട്ടു. ഐഷു അവനെ മുഖമുയർത്തി നോക്കി. എപ്പോൾ നിൽക്കാൻ തുടങ്ങിയതെങ്ങനെ? നമുക്ക് കിടക്കണ്ടേ? അവൻ ചോദിച്ചു. അവൾ മൂളി. എന്നാ വാ. അവൻ അവളെയും ചേർത്ത് പിടിച്ച് ബെഡിൻ്റെ അടുത്തേക്ക് നടന്നു. ഐഷുവിനെ പതിയെ ബെഡിലേക്ക് ഇരുത്തി അവൻ AC-യുടെ റിമോട്ട് എടുത്ത് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടു. ഐഷു ആ സമയം ബെഡിൽ വിതറിയിരിക്കുന്ന മുല്ലപ്പൂ എടുത്ത് നോക്കുകയാണ്. അവൻ അവൾക്കടുത്തേക്ക് ഇരുന്നു. ഐഷു അവനെ നോക്കി. അവൻ്റെ മുഖത്ത് എന്തോ ഒരു ഭാവവ്യത്യാസം. അവൾ അവനെ സംശയത്തോടെ നോക്കി. മിതു അവൾക്കടുത്തേക്ക് ഒന്നുകൂടി നീങ്ങിയിരുന്നു. ഐഷു അവനെ കണ്ണുമ വെട്ടാതെ നോക്കി. ഞാൻ നിന്നെ കിസ് ചെയ്തോട്ടെ ഐഷു? അവൻ പ്രണയാതുരമായി ചോദിച്ചു. ഐഷുവിൻ്റെ നെഞ്ചിടിപ്പ് ഉയർന്നു. അവളുടെ കണ്ണുകൾ പിടയ്ക്കുന്നത് പോലെ. ഐഷു. ആ കണ്ണിലേക്ക് നോക്കി അവൻ ആർദ്രമായി വിളിച്ചു. അവൾ പെട്ടെന്ന് നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. മിതുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. ആ മുഖം ആകെ ചുവന്നിട്ടുണ്ട്. ഇത്രയൊക്കെ നാണുണ്ടോ നിനക്ക്? അവളുടെ മൂക്കിൽ മൂക്കുരസിക്കൊണ്ട് അവൻ കുറുമ്പോടെ ചോദിച്ചു. മിതുവേട്ടാ. ഐഷു ചിണുങ്ങി. മിതുവിൻ്റെ ചുണ്ടുകൾ ഐഷുവിൻ്റെ നെറ്റിയിലായി അമർന്നു. അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. മിതു അവളുടെ ഇടുപ്പിലൂടെ കൈചുറ്റി അവളെ അവൻ്റെ മടിയിലായിരുത്തി. ഏതോ സ്വപ്നത്തിൽ എന്ന പോലെ ഐഷു വിറയലോടെ കണ്ണുകൾ ഒന്നുകൂടി ഇറുക്കി അടച്ചു. മിതുവിൻ്റെ നിശ്വാസം തൻ്റെ ചുണ്ടിൽ തട്ടുന്നത് അവൾ അറിഞ്ഞു. അവളുടെ കൈകൾ അവൻ്റെ തോളിൽ അമർന്നു. പക്ഷേ അവൻ്റെ ചുണ്ടുകൾ തന്നിൽ അമരുന്നില്ല എന്നറിയവേ ഐഷു പതിയെ കണ്ണുകൾ തുറന്നുകൊണ്ട് അവനെ നോക്കി. അതേസമയം തന്നെ ആ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് മിതു അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു. ഇരുവരും ഒരുപോലെ വിറച്ചുപോയി. മിതു പതിയെ അവളുടെ കീഴ്ചുണ്ടിനെ നുണഞ്ഞു തുടങ്ങിയതും ഐഷുവിൻ്റെ കണ്ണുകൾ പിടഞ്ഞുകൊണ്ട് കൂമ്പി അടഞ്ഞു. അവളുടെ കീഴ്ചുണ്ടിൽ നിന്നും മേൽചുണ്ടിലേക്ക് ചേക്കേറിയ അവൻ്റെ ചുണ്ടുകൾ അവളിലെ പെണ്ണിനെ ഒന്നാകെ ഉണർത്താൻ പോന്നവയായിരുന്നു. ഏതോ നിമിഷം അവളും അവനെ തിരികെ ചുംബിച്ചു തുടങ്ങിയിരുന്നു. മിതു ഒന്ന് ഞെട്ടിയെങ്കിലും അവളുടെ ഇടുപ്പിൽ അവൻ്റെ പിടി മുറുകി. നിമിഷങ്ങളോളം നീണ്ടുനിന്ന ചുംബനം നാവിലേക്ക് കടന്നത് പെട്ടെന്നാണ്.
അതിനൊപ്പം അവൻ്റെ കൈകൾ എത്ര നിയന്ത്രിച്ചിട്ടും ഇടുപ്പിൽ നിന്നും മേലോട്ട് അരിച്ചു കയറി. അവളുടെ ഉടലിൽ പതിയെ തഴുകുന്ന വിരലുകളിൽ ഐഷു തളർന്നുപോയി. ചുംബനത്തിന്റെ ശക്തിയിൽ ശ്വാസം കിട്ടാതെ അവൾ ശക്തമായി പിടഞ്ഞതും മിതു മനസ്സില്ലാ മനസ്സോടെ അവളെ മോചിപ്പിച്ചു. ഐഷു അവൻ്റെ കഴുത്തിടയിലേക്ക് മുഖം പൂഴ്ത്തിക്കിടന്ന് കിതച്ചു. അവനും നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഐഷു അവൻ്റെ കഴുത്തിൽ കടിച്ചു. ഐഷു, അവൻ വിളിച്ചുപോയി. ഐഷു അവനെ മുഖമുയർത്തി നോക്കി. പക്ഷേ അകന്നു മാറിയവളിൽ എന്തോ ഒരു മാറ്റം. മിതു അവളെ കൂർപ്പിച്ചു നോക്കി. എൻ്റെ പൊന്നു പെണ്ണെ, നിനക്ക് പേടിയായതുകൊണ്ട് ഇന്ന് ഫസ്റ്റ് നൈറ്റ് വേണ്ടാന്ന് തീരുമാനിച്ച എന്നെ ഓരോന്ന് ചെയ്ത് പ്രലോഭിപ്പിക്കുന്നോ? എണീറ്റ്, അല്ലെങ്കിൽ ശരിയാവില്ല. അവൻ അവളെ പിടിച്ച് അവൻ്റെ മടിയിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അവൾ അവൻ്റെ കഴുത്തിലൂടെ 2 കൈയും ചുറ്റിപ്പിടിച്ചു. മിതു അവളെ സംശയത്തോടെ നോക്കി. എനിക്ക് വേണം, അവൾ പറഞ്ഞു. അവൻ അമ്പരപ്പോടെ അവളെ നോക്കി. അതിപ്പോ എനിക്ക് പേടിയൊന്നുമില്ല, അവൾ പറഞ്ഞു. അവൻ്റെ നെഞ്ചിടിപ്പ് ഉയർന്നു. അതുകൊണ്ട്? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. അതുകൊണ്ട് അത് അവനോട് എന്തു പറയുമെന്നറിയാതെ അവൾ വിക്കി. ഞാൻ എടുത്തോട്ടെ? അവളുടെ മുഖത്ത് നിന്നും നോട്ടം മാറ്റാതെ അവൻ ചോദിച്ചു. അവളുടെ മുഖം ചുവന്നു. അവൾ സമ്മതം എന്ന പോലെ തലയാട്ടി. അത്രമാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. പെട്ടെന്ന് മിതു അവളെ ചേർത്ത് പിടിച്ച് ബെഡിലേക്ക് മറിഞ്ഞിരുന്നു. മിതുവട്ടാ, ഐഷു ചിണുങ്ങിക്കൊണ്ട് വിളിച്ചു. ഇനി മിണ്ടരുത്. നീ സമ്മതം തന്നില്ലേ? അപ്പോ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാടി. അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ കുസൃതിയോടെ പറയേ. ഐഷു ചിരിച്ചുപോയി. പക്ഷെ നിമിഷങ്ങൾക്കുള്ളിൽ ആ ചിരി മിതു വീണ്ടും സ്വന്തമാക്കിയിരുന്നു. അവളുടെ ചുണ്ടിൽ നിന്നും കഴുത്തിലേക്ക് അവൻ്റെ മുഖം അരിച്ചിറങ്ങുമ്പോൾ ഐഷുവിൻ്റെ ചിരികൾ നിന്ന് ശക്തമായ സീൽക്കാരങ്ങൾ ഉയർന്നു തുടങ്ങിയിരുന്നു. കഴുത്തിൽ അവൻ്റെ മീശരോമങ്ങൾ അമരുമ്പോൾ ഐഷു അവൻ്റെ തലമുടിയിൽ കൈയമർത്തി. വസ്ത്രത്തിനു മുകളിലൂടെ മാറിലായ അവൻ്റെ കൈകൾ അമർന്നതും ഞെട്ടിവിറച്ചുകൊണ്ട് ഐഷു അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ സമയം അവൻ്റെ നോട്ടവും അവളിലായിരുന്നു. അവനിലെ കാമുകനിൽ നിന്നും മാറി വല്ലാത്തൊരു കൊല്ലുന്ന നോട്ടം. ആ കൈകൾ ഒരു താളത്തിൽ അവിടെ മുറുകുകയും അയയുകയും ചെയ്യുമ്പോൾ ഐഷു പിടപ്പോടെ ആ കൈയിൽ പിടുത്തമിട്ടു. മിതുവേട്ടാ, കിതച്ചുകൊണ്ട് അവൾ വിളിച്ചു. പേടിയുണ്ടോ? അവൻ കാറ്റുപോലുള്ള ശബ്ദത്തിൽ ചോദിച്ചു. ഇഷ്ട എനിക്ക്, അവളും പതിയെ പറഞ്ഞു. അവൻ ചിരിച്ചു. എൻ്റെ ഐശുവിനി ഇത് വേണ്ടല്ലോ, നമുക്കിതഴിക്കാം. അവളുടെ ടോപ്പിൽ കൈ ചുറ്റിക്കൊണ്ട് അവൻ ചോദിച്ചു. ഐശുവിൻ്റെ മുഖം ചുവന്നു. അവൾ വേണ്ട എന്ന് തലയാട്ടി. ഇഷ്ടാണെന്ന് പറഞ്ഞിട്ട്? ഇഷ്ടാണെങ്കിൽ ഈ ഐശുവിനെ അവളുടെ മിതുവേട്ടന് തരണം. അവൻ അവളുടെ ചുണ്ടിൽ ചുണ്ടുരസി. മിതുവേട്ടാ, അവൾ അവനെ അള്ളിപ്പിടിച്ചു. നല്ല ഐശു അല്ലേ? അവളുടെ കാതിൽ ചുംബിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അറിയാതെ മൂളിപ്പോയവൾ. മിതു പ്രണയത്തോടെ അവളെ നോക്കിക്കൊണ്ട് അവളെ അർദ്ധനഗ്നയാക്കുമ്പോൾ ഐഷു കണ്ണുകൾ ഇറുകെ പൂട്ടിയിരുന്നു. കണ്ണു തുറക്ക ഐഷു, അവൻ്റെ സ്വരം. അവൾ ഇല്ല എന്ന് മൂളി. തുറക്ക് പെണ്ണേ. അവൻ അവളുടെ ചുണ്ടിൽ ചുംബിച്ചു. ഐഷു കണ്ണുകൾ തുറന്നു. കണ്ണടയ്ക്കരുത്, നമ്മളെ ഏറെ കാത്തിരുന്ന ദിവസമല്ലേ ഐഷു? അവൻ അവളുടെ കവിളിൽ കൈവച്ച് ചോദിച്ചു. അവൾ അതേ എന്ന പോലെ തലയാട്ടി. അപ്പോ കണ്ണടയ്ക്കല്ലേ? ഞാനല്ലേ? വശ്യമായ അവൻ്റെ ശബ്ദം. ഐഷു ആകാംക്ഷയോടെ അവനെ നോക്കിക്കിടന്നു. നഗ്നമായ അവളുടെ മാറിൽ അവൻ്റെ കൈയമർന്നു. ഐഷു പിടഞ്ഞു. പക്ഷേ ആ കൈകൾക്ക് പകരം ചുണ്ടുകൾ അവയുടെ രുചിയറിയവേ കണ്ണുകൾ മേൽപോട്ട് മറഞ്ഞുപോയവൾ അവനെ തന്നിലേക്ക് ചേർത്തമർത്തി. നേരെ മുന്നോട്ടു പോകവേ ഇരുവരിൽ നിന്നും വസ്ത്രങ്ങളുടെ മറ മുഴുവനായും നീങ്ങിയിരുന്നു. മിതുവിൻ്റെ ചുണ്ടുകൾ അവളുടെ മേനിയിലാകെ അലഞ്ഞു നടന്നു. വയറിലൂടെ അലയുന്ന അവൻ്റെ മുഖം പിടിച്ചു വെക്കാൻ അവളൊന്ന് ശ്രമിക്കവേ അവളെ ഞെട്ടിച്ചുകൊണ്ട് അവൻ്റെ മുഖം അവിടെ നിന്നും താഴേക്ക് നീങ്ങിയിരുന്നു. തടയാൻ കഴിയുന്നില്ല ഐശുവിന്. ഇതുവരെ അറിയാത്ത എന്തൊക്കെയോ ശരീരം അറിയുന്നത് പോലെ. ഒടുവിൽ അവൻ അവളുടെ മുഖത്തിനടുത്തേക്ക് ഉയർന്നു വരുമ്പോൾ ആകെ വിയർത്തു പോയിട്ടുണ്ട് ഇരുവരും. മിതുവേട്ടാ, ഐഷു വിളിച്ചു. സ്വന്താക്കോട്ടോ ഞാൻ, അവൻ ആർദ്രമായി പറഞ്ഞു. അവൾ ചിരിയോടെ അവനെ ചുറ്റിപ്പിടിച്ചു. അവളുടെ സമ്മതം എന്ന പോലെ. അവനിലെ ആണിനെ അവൾക്കായി നൽകുമ്പോൾ എപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. ആ കണ്ണുനീരിന് അവൻ്റെ ചുണ്ടുകൾ മരുന്നായി. തന്നിൽ നിറഞ്ഞാടുന്നവനെ വെട്ടിവിറച്ച ശരീരത്തോടെ ഐഷു അവളുടെ മാറിലേക്ക് ചേർത്തു. പ്രണയം കൊണ്ട് ഇരുവരും ഒന്നായ ആ രാത്രി അവർക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. മാറിൽ കിടന്ന് കിതയ്ക്കുന്നവനെ കണ്ണു നിറച്ചുകൊണ്ട് ഐഷു നോക്കി. അവൻ മുഖമുയർത്തി ചിരിയോടെ അവളെ നോക്കിയ സമയം തന്നെ അവൾ അവൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചിരുന്നു. ഐശുവിൻ്റെ മാത്രം മിതുവേട്ടനാ, കണ്ണു നിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവൻ്റെ കണ്ണുകളും നിറഞ്ഞുപോയി. അവൻ അവളുടെ നെറ്റിമേൽ പതിയെ ചുണ്ടമർത്തി. അതെ, ഐശുവിൻ്റെയാ.
എൻ്റെ ഐശുവിൻ്റെ മാത്രം. അത്രമേൽ പ്രണയത്തോടെ അവനും പറഞ്ഞു. ഐശു അവനെ വെരിഞ്ഞു മുറുക്കി. എല്ലാം ഒരു സ്വപ്നം പോലെ. പക്ഷെ ഐശു ആത്മാർത്ഥമായി ആഗ്രഹിച്ച അവളുടെ പ്രണയം, അവളിലെ പേടിയെ തൻ്റെ പ്രണയം കൊണ്ട് അന്നത്തെ രാത്രി അവൻ മാറ്റിയെടുത്തിരുന്നു. ഇനി എന്നും അവരൊന്നാണ്, ഐശുവും അവളുടെ മാത്രം മിതുവേട്ടനും. രാവിലെ ആദ്യം ഉണർന്നത് മിതുവാണ്. അവൻ കണ്ണുകൾ പതിയെ തുറന്ന് മുകളിലേക്ക് നോക്കി. തൻ്റെ നെഞ്ചിലെന്തോ ഭാരം തോന്നിയതും അവൻ്റെ നോട്ടം അങ്ങോട്ട് പോയി. അവൻ്റെ നഗ്നമായ നെഞ്ചിലൂടെ കൈചുറ്റി ആ നെഞ്ചിലേക്ക് മുഖം ഒന്നാകെ അമർത്തിക്കിടക്കുന്ന ഐശുവിനെ മിതു പ്രണയത്തോടെ നോക്കി. നല്ല ഉറക്കത്തിലാണ് പെണ്ണ്. മിതു അവൻ്റെ ഇടത് കൈകൊണ്ട് അവളെ ചുറ്റിപ്പിടിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. തലേന്ന് രാത്രിയിലുണ്ടായ കാര്യങ്ങളെല്ലാം ഓർക്കവേ അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ അവൻ അവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. തുടരും.